ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ. ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജ്യൂസിൻ്റെ വലിയ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് മിൽക്ക് ഷേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഒരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ക്യാരറ്റിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതിയാകും. വെള്ളം കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ക്യാരറ്റ് വേകുന്നതിന് ആവശ്യമായ വെള്ളം മാത്രം 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി 1 സ്പൂൺ ചിയ സീഡാണ് ഞാൻ വെള്ളത്തിൽ കുതിരാനിടുന്നത്. ചിയ സീഡിന് പകരം കസ്കസ് ആയിരുന്നാലും ഉപയോഗിക്കാം. കസ്കസ് ആണെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ചിയ സീഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് നേരത്തെ കുതിരാനിടുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ആഡ് ചെയ്യുന്നത്. സാധാരണ ചിയ സീഡും കസ്കസും ഒക്കെ കുതിർത്തെടുക്കുമ്പോൾ ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇത് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് വെക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ക്യാരറ്റ് ഒരു വിസിൽ കേട്ടതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ക്യാരറ്റ് നന്നായി വെന്തിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രം ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് വേവിക്കാൻ വെച്ചതിൽ കുറച്ച് വെള്ളം കൂടെയുണ്ട്. ആ വെള്ളം കൂടെ ചേർത്താണ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 6 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു മണത്തിനും ഫ്ലേവറിനും വേണ്ടി ഏലക്ക പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഫ്രീസറിൽ വെച്ച പകുതി കട്ടിയായ പാലാണ്. അതിൽ കുറച്ച് കട്ടിയാകാത്ത പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. വീണ്ടും ഇത് നന്നായി അടിച്ചെടുക്കാം. ഞാനിതിലേക്ക് 1 കവർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള പാല് മുഴുവനായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതിയിൽ കൂടുതൽ പാലും കട്ടിയായതാണ്, അതുകൊണ്ട് ഇത് നല്ല തണുപ്പുണ്ടായിരിക്കും. ഇത് നല്ല തണുപ്പോടെ കുടിക്കാനാണ് ടേസ്റ്റ്. മുഴുവനായും അടിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. തണുപ്പില്ല എങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കുടിക്കാം. ഇതിൽ ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ പോലും എങ്ങനെ വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. ജ്യൂസിന് എത്ര കട്ടി വേണമോ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പാലോ വെള്ളമോ ചേർത്ത് കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ ലൂസാക്കി എടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തത്, അതുപോലെ ഈന്തപ്പഴവും കുറച്ച് കസ്കസും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ എക്സ്ട്രാ ഫ്രൂട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ്. ഈ ഒരു രീതിയിൽ ഇതുപോലെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഉറപ്പായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്